കുറി വേറെ ആർക്കെങ്കിലും വീഴുകയാണെങ്കിൽ അവരോട് എന്റെ അവസ്ഥ പറഞ്ഞ് എനിക്കായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താമെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. സത്യത്തില് എനിക്കും അത് തന്നെയാ വേണ്ടിയിരുന്നത്. പക്ഷേ ഈശ്വരൻ നമുക്ക് ഒപ്പാണ് ശ്യാമളെ. ആരുടെയും കയ്യും കാലും പിടിക്കേണ്ടി വന്നില്ല. കുറി നമുക്ക് തന്നെ വീണു. ആണോ എന്റെ ശ്രീപത്മനാഭ, നീ കാത്തു. ആ അത് കറക്റ്റ്. ഈശ്വരന്മാർക്ക് വരെ കാര്യം മനസ്സിലായി. നമ്മുടെ കുഞ്ഞിന്റെ കല്യാണം നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആ അതുകൊണ്ടല്ലേ മാട്രിമോണിയലില് പേര് രജിസ്റ്റർ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ കുറി നമുക്ക് തന്നെ വീണത്. എല്ലാം ദൈവകടാക്ഷം, അല്ലാണ്ട് എന്താ പറയാ. ആട്ടെ, എന്നിട്ട് ചെട്ടിയാരെ കുറുക്കാശി രൊക്കം തന്നോ അതോ മാസഗഡുവൊക്കെ പിരിഞ്ഞു കിട്ടിയിട്ട് തരാന്നാണോ പറഞ്ഞത്? ആ അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ചെട്ടിയാർക്ക് പഴയ സ്വർണ്ണ ഉരുപ്പടികൾ വാങ്ങി മറച്ചു വെക്കുന്നൊരു ഏർപ്പാടുണ്ട് ശ്യാമളെ. ആ അങ്ങനെ മറച്ചു വെക്കുന്ന ഉരുപ്പടികളുടെ കൂട്ടത്തില് ചിലതൊക്കെ നല്ല പുത്തൻ പുതിയ ആഭരണങ്ങളായിരിക്കും. അതെങ്ങനെ? ആ അത് പറയാം. പലരും സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ നിവർത്തിയില്ലാതെ വരുമ്പോ അത് ഫിനാൻസ് കമ്പനിക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെ കിട്ടുന്ന സ്വർണ്ണ ഉരുപ്പടികൾ കമ്പനിക്കാരിൽ നിന്നും ചെട്ടിയാര് വാങ്ങി മറച്ചു വെക്കും. കൂട്ടത്തിൽ ചിലത് നല്ല പുത്തൻ പുതിയ ആഭരണങ്ങളായിരിക്കും. ഓ അങ്ങനെ. നമ്മൾ ഈ സ്വർണ്ണക്കടയില് നേരിട്ട് പോയിട്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോ അവന്മാര് പണിക്കൂലിന്നും ആ കാശെന്നും ഈ കാശെന്നും പറഞ്ഞ് കുറെ കാശ് അധികം വാങ്ങില്ലേ. ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോ നമുക്ക് ആ കാശ് ലാഭാശാമളെ. അതുകൊണ്ട് എന്താന്ന് കുറി വീണപ്പോ തന്നെ ചെട്ടിയാരും ഞാനും കൂടി സ്വർണത്തിന്റെ കാര്യത്തിൽ ഒരു ഡീലുണ്ടാക്കി. മനസ്സിലായില്ല. കുറിക്കാശിന് തത്തുല്യമായ തുകയ്ക്ക് ചെട്ടിയാരെനിക്ക് ആഭരണങ്ങൾ തന്നു. അതും ഇന്നത്തെ മാർക്കറ്റ് വിലയ്ക്ക്. അപ്പൊ നമുക്ക് പണിക്കൂലി ഇനത്തില് 10,000 ലാഭം. ആണോ? ദേ നോക്ക്, ഞാൻ ആഭരണങ്ങളും കൊണ്ട് വന്നോണ്ടല്ലേ ഓട്ടോ വിളിച്ചത്. വാ നോക്ക്. ഇങ്ങോട്ട് വാ മോളെ. വാ. എവിടെ? ശരിക്കും നോക്ക്. എങ്ങനെയുണ്ട്? അയ്യോ സ്വർണം. ഇതെവിടുന്നാ ശിവരാമേട്ടാ? എവിടെ നോക്കട്ടെ. ഇതേ കുറുക്കാശി വീണപ്പോ ശിവരാമേട്ടൻ അഞ്ജലി മോൾക്ക് വേണ്ടി വാങ്ങിയതാ, നമ്മുടെ ചെട്ടിയാരുടെ കയ്യിൽ നിന്ന്. ചെട്ടിയാരാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം. എടി മോളെ, ഇതെങ്ങനെയാണെന്ന് നോക്കിയിടി. இன்னைக்கு ஒரே ஒரு மாசம், அதுக்குள்ள உன்னோட திருமணம் நடக்க போறது. கல்யாணம்.
എന്താണ് മാഡം, ജീവിതം വെറുത്തോ? എന്താ? അല്ല, ഇന്നലെ കല്യാണം കഴിഞ്ഞ് പരസ്പരം കാണാതെ ഒരാദ്യ രാത്രി കഴിഞ്ഞതേ ഉള്ളൂ. അതിനിടയ്ക്ക് ജീവിതം വെറുത്ത് അമ്പലത്തിൽ വന്ന് ഭജന ഇരിക്കുകയാണെന്നാ ചോദിച്ചത്. ഭജനയൊന്നുമല്ല, ആ. പക്ഷെ മുൻപ് ഇതേ സ്ഥലത്ത് വെച്ച് ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. കാക്കാത്തിയെ പോലൊരു സ്ത്രീ, അവര് പ്രവചിച്ചിരുന്നു നമ്മുടെ കല്യാണം നടക്കുന്നു. ആ കല്യാണം പ്രവചിക്കാനോ? ഉം. അത് കൊള്ളാലോ. ആളൊന്നുകൂടി കാണാൻ പറ്റൂ? സോറി, ഞാനിവിടെ കൊറേ നോക്കി, ആളിനെ കാണാൻ പറ്റിയില്ല. അല്ല, ഇപ്പൊ കണ്ടിട്ട് എന്തിനാ? കല്യാണം പ്രവചിച്ച പോലെ ഡിവോഴ്സും പ്രവചിക്കുമെന്ന് അറിയാനാണോ? അമ്പലത്തിൽ വന്നിരുന്നിട്ടാണോ അപശകനം പറയുന്നത്? എനിക്ക് ചോദിക്കാനുള്ളതേ വേറൊരു കാര്യ. കല്യാണം പോലെ സന്തോഷം തരുന്ന വേറൊരു കാര്യം. അതെന്താ എന്നോട് പറയാൻ ബുദ്ധിമുട്ട്? ഞാൻ കേട്ട എന്തേലും കുഴപ്പമുണ്ടോ? കേട്ടാ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കേട്ടാ സമ്മതിച്ചോണം. എന്തേ, നടക്കൂ? അത് പിന്നീടല്ലേ. ആദ്യം കാര്യം പറ രാജീവേ. കാക്കാത്തെ കണ്ട തനിക്ക് എന്താ ചോദിക്കാനുള്ള? ചോദിക്കട്ടെ? ചോദിക്കും. ചോദിക്കാൻ എന്നാ ചോദിക്കുന്നു. കാക്കാത്തി പ്രവചിച്ച് ദൈവം നമ്മുടെ കല്യാണം നടത്തി തന്നു. ഇനി എപ്പോഴാ നമ്മുടെ ശാന്തി മുഹൂർത്തം? അതൊന്ന് പറയാൻ പറ്റൂ? അഞ്ജലി, 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 നിക്ക്. അഞ്ജലി, സോറി അഞ്ജലി, അഞ്ജലി നിക്ക്. അഞ്ജലി പോലെ പോലെ. എന്താണോ താൻ ഇത്ര അറഗന്റായിട്ട്? ഞാൻ ജസ്റ്റ് ഒരു തമാശ പറയാൻ ശ്രമിച്ചല്ലേ? രാജീവിന്റെ ഒരു തമാശ. എനിക്കാണെങ്കി ഇവിടെ മനസ്സിൽ തീയ. ഓരോ നിമിഷവും ഉള്ളു കിടുങ്ങുന്നതേ നമ്മുടെ വിവാഹം വീട്ടുകാരറിയുമ്പോഴുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ടാ. ഓർക്കുമ്പോ തന്നെ തല പെരുത്ത് കേറും എനിക്ക്. എടോ, താനൊന്ന് കൂളാവ്. താൻ ഈ പറയുന്ന ടെൻഷൻ എനിക്കുണ്ട്. പക്ഷേ ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ടും കരഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ലെറ്റ്സ് ബി പ്രാക്ടിക്കൽ. നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാന്നേ, പ്ലീസ്. രാജീവ് എല്ലാം വീട്ടിൽ പറഞ്ഞോ? ഏയ്, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. പറയണം. അതെന്താ? രാജീവും എന്നെ പോലെ പേടിച്ചിട്ട് തന്നെയാണോ ഒന്നും പറയാത്തത്? ഏയ് അല്ലല്ല, അത് പിന്നെ പറയാനൊരു സന്ദർഭം കിട്ടിയില്ല. ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. നിർദോഷമെന്ന് കരുതി നീ പറഞ്ഞൊരു കള്ളം, അതിപ്പോൾ നിനക്ക് മുന്നിൽ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഈ ഒറ്റ വഴി. ഇനിയെങ്കിലും നീ അവളോട് എല്ലാ സത്യവും തുറന്നു പറയുക, എത്രയും വേഗം. അത് മാത്രമേ നിനക്കിനി ചെയ്യാവുള്ളൂ, അത് മാത്രം. ഇപ്പോഴെങ്കിലും അഞ്ജലിയോട് ഞാൻ ആരാണെന്നുള്ള സത്യം തുറന്നു പറഞ്ഞാലോ? പക്ഷേ കല്യാണത്തിന്റെ ഷോക്കിൽ നിന്നും അഞ്ജലി ഇതുവരെ റിക്കവർ ആയിട്ടില്ല. ആ സ്ഥിതിക്ക് ഇതുകൂടി പറഞ്ഞാ വേണ്ട. കാര്യങ്ങൾ ഒന്നുകൂടി സെറ്റിൽ ആവട്ടെ, എന്നിട്ട് സാവകാശം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. രാജീവ് എന്താ ആലോചിക്കുന്ന? ഏയ് ഒന്നുമില്ല. ഞാൻ ഇന്നലത്തെ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കായിരുന്നോ. ആട്ടെ, തന്റെ വീട്ടിലെന്താ അവസ്ഥ? വീട്ടുകാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്? ഇതുവരെ സംശയമൊന്നും ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ആര്യേച്ചി ഇടയ്ക്കൊന്ന് ചോദിച്ചായിരുന്നു ഞാൻ എന്തെങ്കിലും ചേച്ചിയിൽ നിന്ന് ഒളിക്കുന്നുണ്ടോന്ന്. ഞാനില്ലെന്ന് പറഞ്ഞു. പാവം എന്നെ വിശ്വസിച്ചു. അത് സാരമില്ല, നമ്മുടെ ആര്യല്ലേ. നമുക്ക് ആര്യോട് കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. നമ്മുടെ സിറ്റുവേഷൻ എന്തായിരുന്നു മനസ്സിലാക്കാനുള്ള സെൻസ് ആര്യക്കുണ്ട്, അതെനിക്ക് ഉറപ്പാ. വേറെ വീട്ടില് അച്ഛനും അമ്മയ്ക്ക് എന്തേലും? ഏയ് സംശയമൊന്നുമില്ല. പക്ഷെ അവരെനിക്ക് വേണ്ടി കല്യാണാലോചന സ്പീഡപ്പ് ചെയ്യാൻ തുടങ്ങി. കല്യാണാലോചനയോ? കഴിഞ്ഞ ദിവസം അച്ഛൻ പോയി മാട്രിമോണിയൽ സൈറ്റിലൊക്കെ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. പോരാത്തതിന് കുറി വീണ കാശിന് കുറച്ച് ഓർണമെന്റ്സും വാങ്ങി വെച്ചു.
അവരൊക്കെ ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച മട്ടില്ല രാജീവേ. അത് കാണുമ്പോ എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. താനത് വിടന്നേ. ഏതായാലും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയില്ലേ. ഇനി അങ്ങോട്ടെല്ലാം മംഗളായിട്ട് തന്നെ നടക്കും. ദേ ഇങ്ങേരുണ്ട് നമ്മളെ സഹായിക്കാൻ. പിന്നെ ഇത്തരം ടെൻഷൻ സർവൈവ് ചെയ്യാൻ ഏറ്റവും നല്ല മെഡിസിൻ നമ്മൾ നമ്മുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാ. അല്ല, എന്തായി തന്റെ കേസിന്റെ കാര്യങ്ങള്? നാളെ അടുത്ത് ഹിയറിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തിയോ? അത്യാവശ്യമൊക്കെ ഓക്കെ. അല്ല, പത്മയെ നാളെ അമ്പാടി സേഫായിട്ട് എത്തിക്കുമല്ലോ? പിന്നെ അക്കാര്യം ഏറ്റതല്ലേ, നടന്നിരിക്കും. ഉറപ്പിച്ചോ? എന്തായാലും ദേ താൻ നാളത്തെ വാദം ഗംഭീരമാക്കണം. പത്മ കേസ് ജയിക്കുന്നതോടെ വക്കീലന്മാരുടെ കമ്മ്യൂണിറ്റിയില് ഒരു പുതിയ താരോദയമാണ് ഉണ്ടാവാൻ പോകുന്നത്. അഡ്വക്കേറ്റ് അഞ്ജലി, the one and only lady superstar. അയ്യോ മതി മതി. അതെ, കൂടുതൽ ഏറെ കയറ്റിയല്ലേ വീണ് നടുവടി. പത്മയ്ക്ക് എന്തായാലും നീതി ലഭിക്കും, ലഭിച്ചേ പറ്റൂ. അതിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത് എന്റെ താരോദയം എന്നതിനപ്പുറം ആ അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ അസ്തമയാണ്. അതാ എനിക്ക് കാണേണ്ടത്, ആ മനുഷ്യന്റെ പതനം. രാജീവ് എന്നെ ഇപ്പൊ താലി ചാർത്തി എനിക്കൊപ്പം വന്നപ്പോ അതുടൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. വെറും പ്രതീക്ഷയല്ല, കാത്തിരുന്നുള്ളൊരു പ്രതികാരം. ഇനി എനിക്കതിനുള്ള ഭാഗ്യം ലഭിക്കുന്നത് കൂടെ രാജീവും, രാജീവ് കിട്ടിയ ഈ താലിയോ. രാഘവേട്ടാ, വെള്ളം. ആരാണ് നോക്ക്. കുറുപ്പേട്ടന്. എടുക്ക്. ഹലോ, കുറുപ്പേട്ട. പെങ്ങളായിരുന്നു. രാഘവനോടെ പോയി. ഇവിടെ വീട്ടിലുണ്ട്, കൊടുക്കാം. വേണ്ട, കൊടുക്കണ്ട. ഞാൻ മുറ്റത്ത് കാറിലുണ്ട്, ഒന്ന് ഇറങ്ങി വരാൻ പറ. ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് ഉടനെ പോകണം. ഹലോ ഹലോ കുറുപ്പേട്ട, ഹലോ. എന്താ? കുറുപ്പേട്ടന് പുറത്ത് കാറിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ. അതെന്താ അയാൾക്ക് അങ്ങോട്ട് കാര്യം ഒന്നുകൂടെ? അതൊന്നും പറഞ്ഞില്ല, ഫോൺ കട്ടായി. ഓഹോ, കഴിഞ്ഞ ദിവസം ഇവിടെ കയറുമെന്ന് കാണിച്ചതിന്റെ ചമ്മലായിരിക്കും. വാ നോക്കാം. എന്താണ് കുറിപ്പേ? കാറിനകത്തിരുന്ന് കളഞ്ഞത്? വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഇല്ല, വേണ്ട, ഞാൻ വരുന്നില്ല. തന്നോടൊരു കാര്യം പറഞ്ഞിട്ട് പോവാൻ വേണ്ടി വന്ന. ആ പത്മപ്പെണ്ണിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോ തന്നെ എന്നെ അറിയിക്കും. ആ പത്മപ്പെണ്ണിനെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ അവരപ്പോ തന്നെ എന്നെ അറിയിക്കും. വാസ്തവത്തിൽ ആ പെണ്ണിനെ കണ്ടെത്താൻ സാധിക്കാത്തതിലും അപ്പുറം ഞാൻ പേടിക്കുന്നത് മറ്റൊരാളെയാ. ആര്? തന്റെ മകൻ അർജുനെ.
അർജുൻ? അതെ. കേസ് വീണ്ടും കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാ. അന്ന് ചിലപ്പോ അവള് രഹസ്യമായിട്ട് കോടതിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സിനിമ സ്റ്റൈൽ എൻട്രി. അങ്ങനെ അവള് വന്നാ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അർജുൻ വീണ്ടും ഇടയ്ക്ക് വന്ന് എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ച കാര്യങ്ങൾ കൈവിട്ടു പോകും. അതാണ് എന്റെ പ്രശ്നം. തന്റെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് മാത്രമല്ല, ദേ വിളിക്കും. ഏതായാലും അർജുന്റെ കാര്യത്തിൽ ഇനി തനിക്കൊരു ടെൻഷൻ വേണ്ട. അവന്റെ കാര്യത്തിൽ ഞങ്ങൾ പരസ്പരം ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കും. എന്ത് ധൈര്യം? താൻ ഇതിനു മുൻപും ഇതുപോലെ പല ഉറപ്പുകളും അവന്റെ കാര്യത്തിൽ തന്നിട്ടുള്ളതാ. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് ഇല്ല കുറുപ്പേട്ട, ഒന്നും സംഭവിക്കില്ല. ഇക്കുറി അർജുന്റെ കാര്യത്തിൽ കുറുപ്പേട്ടന് ഉറപ്പ് തരുന്നത് ഞാനാ. നാളെ അർജുൻ കോടതിയിൽ എത്തില്ല. അതെന്റെ വാക്കാ. വിശ്വസിക്കാവോടോ വക്കീലേ? 100% വിശ്വസിക്കും. താൻ ചെല്ല്. എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം. അതെ, എന്റെ കൊച്ചിന്റെ കണ്ണീര് കണ്ട് സഹിക്കാൻ വയ്യാതെയാ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയത്. അതിനിടെ അർജുന്റെയും അഭിയുടെയും ആ പെരുമാറ്റവും കൂടി ആയപ്പോ എനിക്ക് എന്നെ തന്നെ അങ്ങ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. താൻ എന്നോട് ക്ഷമിക്കണമെന്നായിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ലട കുറുപ്പ്. ശരിക്കും തന്നോട് ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? അതെ, അർജുൻ കാട്ടിയ നന്ദിയേടിന് ശരിക്കും ഞങ്ങളാ കുറുപ്പേട്ടനോടും കുടുംബത്തോടും മാപ്പ് പറയേണ്ടത്. ഏതായാലും താൻ ധൈര്യമായിട്ട് ചെല്ല്. ഇത്തവണ കോടതിയിൽ അഞ്ജലിയെ സഹായിക്കാൻ അർജുൻ വരത്തില്ല. ഇതെന്റെ അല്ല, ഈ നിൽക്കുന്ന നന്ദിനിയുടെ വാക്ക. വിശ്വസിക്കാം. വിശ്വസിച്ചു. പോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി. എന്താ മോളൊരു ആലോചന? നേരെ ഒരുപാടായല്ലോ. നാളെ വാദിക്കാനുള്ള നോട്ട്സൊക്കെ റെഡിയാക്കി വെച്ചില്ലേ? അതെല്ലാം റെഡിയാച്ചാ. എനിക്ക് ഫുൾ കോൺഫിഡൻസും ഉണ്ട്. പക്ഷേ എന്താ എൻ്റെ മോൾക്കൊരു ടെൻഷൻ? നീ കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. എന്താ നിന്നെ അലട്ടുന്ന ആ മാരക പ്രശ്നം? പ്രശ്നം
പ്രശ്നം എന്താന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അച്ഛാ. എന്തോ ഒരു വല്ലായ്മ പോലെ. നാളെ എന്തോ അരുതാത്ത സംഭവിക്കുന്ന ഒരു തോന്നൽ, ഒരു ഓഡ് ഫീലിംഗ്. അത് വെറുതെ ഉള്ള തോന്നലാണെന്ന് മോള് തന്നെ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ എന്തിനാ ആ തോന്നലുകൾക്ക് പിന്നാലെ ചെന്ന് മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഓഡ് മാൻ ഔട്ട് എന്നല്ലേ കേട്ടിട്ടില്ലേ? അതുപോലെ ഓഡ് ഫീലിങ്ങിനെ എടുത്ത് പുറത്തേക്കിടുക, അത്ര തന്നെ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. സാറ് പറഞ്ഞ ഫയൽസ് എല്ലാം പക്കയാക്കി വെച്ചിട്ടുണ്ട്. ഗുഡ്. ആ വാ. രാഘവനുണ്ണി, ഞാൻ പയറ്റി അതേ കളരിയിൽ എന്റെ മകളുടെ അംഗം അത് കാണുന്നത് ഒരു പ്രത്യേക ആവേശം. കാർത്തികിനെതിരായ കേസിൽ ഇനി പത്മ വരില്ല. അല്ല ഏട്ടാ എന്താ ഉദ്ദേശിക്കുന്നത്? പത്മ മരിച്ചു.